SDP പിന്തുണയെ കോൺഗ്രസ് കാണുന്നത്? ഒപ്പം തന്നെ ഈ പിന്തുണ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് BJP ഉയർത്തുന്നത്. കാരണം അവർ പറയുന്നത് SDP എന്ന് പറയുന്നത് നിരോധിക്കപ്പെട്ട PFI ആണ് എന്നാണ്. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്ന പാർട്ടിയാണ്, കലാപങ്ങളിൽ പങ്കുള്ള പാർട്ടിയാണ്, മത തീവ്രവാദികളുടെ പിന്തുണയാണ് UDF സ്വീകരിക്കുന്നത്. വയനാട്ടിലും SDP പിന്തുണയുണ്ട്. ഓഫർ സ്വീകരിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്തുകൊണ്ടാണ് വേണ്ട എന്ന് അപ്പോൾ തന്നെ പറയാൻ കഴിയാത്തത് എന്നാണ് കെ സുരേന്ദ്രന്റെ ചോദ്യം. ദീപ്തി മേരി വർഗീസ്. കെ സുരേന്ദ്രന്റെ ചോദ്യം അവിടെ നിൽക്കട്ടെ. UDFനെ സംബന്ധിച്ച്, രാജ്യത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച്, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഏറ്റവും ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇപ്പോൾ നേരിടുന്നത്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. ആ കാരണത്തിലേക്ക് തുടക്കത്തിൽ ഞാൻ കടക്കുന്നില്ല. താങ്കൾക്കറിയാം, നമ്മളൊക്കെ പല ദിവസങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന അരാജകത്വം, ജനാധിപത്യ ലംഘനം, മതേതരത്വമില്ലായ്മ, ഇതിനൊക്കെ എതിരെയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അതിലുപരിയായിട്ട് അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ജനങ്ങളുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാത്ത ഒരു ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. ഈ BJPയുടെ ഗവൺമെന്റിനെതിരെയുള്ള ഒരു വോട്ടെടുപ്പായിരിക്കും, ഒരു തിരഞ്ഞെടുപ്പായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അതിന് ഒറ്റക്കെട്ടായി ഇന്ന് രാജ്യത്ത് മതേതര വിശ്വാസികളായ ഈ രാജ്യം, ഇന്ത്യ എന്ന രാജ്യം ഇതേപോലെ നിലനിൽക്കണം എന്ന് കരുതുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നിക്കുകയാണ്. പല പല ആശയങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത്തരത്തിൽ ഒരുമിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രാജ്യത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആത്മവിശ്വാസത്തിൽ മുമ്പോട്ട് പോകുന്ന ഇന്ത്യ മുന്നണിയെ ആരെങ്കിലും പിന്തുണച്ചാൽ, ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോ വ്യക്തികളോ ആരെങ്കിലും പിന്തുണയ്ക്കുകയാണെങ്കിൽ, അവർ വോട്ട് ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണ്ട എന്ന് പറയാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും തയ്യാറാകില്ല എന്നുള്ളതല്ലേ അതിൻ്റെ യാഥാർത്ഥ്യം. ഇവിടെ വളരെ കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവ് ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ എന്താണ് പറയുന്നത്? ഞങ്ങൾ വളരെ കൃത്യമായി പറയുകയാണ്, ഞങ്ങൾ വർഗീയ ശക്തികളുമായി ഒരു കാലഘട്ടത്തിലും, വിഘടന ശക്തികളുമായി, വർഗീയ ശക്തികളുമായി ഒരു കാലഘട്ടത്തിലും കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. അതാണ് ചരിത്രം. വർഗീയ വിഘടനവാദികളുടെ വെടിയേറ്റു മരിച്ച രാഷ്ട്രീയ നേതാക്കളുള്ള ഒരു പ്രസ്ഥാനമാണ് പറയുന്നത്. ഞങ്ങൾ അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾക്ക് തയ്യാറായിട്ടുമില്ല. ഞങ്ങൾ ആരുമായും ചർച്ച നടത്തിയിട്ടുമില്ല. ഒരു പ്രസ്ഥാനം പറയുകയാണ്, ഒരു സംഘടന പറയുകയാണ്, ഞങ്ങൾ ഇന്ന സംഘടനയ്ക്കായിരിക്കും വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന മുന്നണിക്കായിരിക്കും വോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുക്കേണ്ട ബാധ്യത Debate with MV Nikesh Kumar.